ഡ്രൈവർമാർ കൂടെ ഒരുമിച്ച് ഓടിപ്പോവുക, മറ്റവരുടെ കൂടെ ഓടിപ്പോവുക. സിനിമക്കാർ ഈ കഥയാണ് നമ്മൾ പഠിപ്പിച്ചത്. എനിക്ക് ദേഷ്യം വന്ന് ഈ സിനിമക്കാർക്കെതിരെ ഒന്ന് ദുആ ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. റബ്ബേ, ഈ ഖൗമിനെ ഇങ്ങനെ പഠിപ്പിച്ചത് അവരാണല്ലോ. ഓരോരോ സിനിമ കൊണ്ടുവരാ, എന്നിട്ട് ഇതിവൃത്തം മുസ്ലിം കുട്ടികൾ അമുസ്ലിമിന്റെ കൂടെ പോകുന്നത്. എന്നിട്ട് ഈ മിക്സ്ഡ് മാരേജുകളൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ ഇന്റഗ്രിറ്റി, സുബ്ഹാനല്ലാഹ്, എന്തൊരു വിഷമം, എന്തൊരു വേദനയാണിത്. അള്ളയും പടച്ചോനും തിരിയാത്ത കാഫിറുകളാണ് ഈ പറയുന്നത്. അവർക്ക് പരലോകം എന്താണെന്നറിയോ, ജീവിതത്തിൽ എന്തിനാണെന്നറിയോ, ആരാണ് ഉമ്മ വാപ്പ എന്നറിയോ, എന്തിനാണ് ജീവിതം, എന്താണ് ഖബർ, എന്താണ് റബ്ബ്, ഇതൊന്നും തിരിയാത്തവന ഇവിടെ മിക്സ് മാരേജുകൾ വേണമെന്ന് പറയുന്നത്. മുസ്ലിമിനത് പറ്റുമോ? പറ്റില്ല. നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി പറഞ്ഞ ഈ സിനിമയിലെ നായകന്മാർ സ്വന്തം ഭാര്യ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് സഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക കാണിച്ചത് ഇവരാണ്. 100 സിനിമകൾ പുതിയെണ്ണായി അനുഭവിച്ച പെണ്ണ ഒരു കല്യാണം കഴിഞ്ഞപ്പോ 2 മാസം കൊണ്ട് അവൾക്ക് വിവാഹമോചനം അല്ലേ? ഒരുപാട് സിനിമകളിൽ കണ്ട പെണ്ണുങ്ങളെ മുഴുവനും ചാടിച്ചു കൊണ്ടുപോകുന്ന അഭിനയം നടത്തിയിട്ട് 100 അതിനപ്പുറവും സിനിമ അഭിനയിച്ചു എന്ന് മേനി പറഞ്ഞു നടന്ന് സ്വന്തം ഭാര്യയെ കൊണ്ടു നടക്കാൻ പോലും നട്ടലില്ലാത്ത ഇവരാ ഈ സമൂഹത്തിന്റെ കല്യാണത്തിന്റെ പേരിൽ മാതൃക കാണിക്കാൻ വന്നത്. അവർക്ക് കുടുംബ കോടതി കയറി ഇറങ്ങണം അല്ലേ? വിവാഹമോചനം വേണം. കുട്ടിയെ അവളോ ഞാനോ ആരാണിത്? ഇവരൊക്കെയാ നമ്മുടെ കുട്ടികളെ പഴിപ്പിച്ചത്. ഈ നടന്മാരാ നടിമാരാ നമ്മുടെ മക്കളെ പഴിപ്പിച്ചത്. അവർക്ക് സ്വന്തമായി യാഥാർത്ഥ്യമുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മുടെ സമൂഹം ഇത് കണ്ട് പഠിക്കുക, നമ്മൾ ഇത് കണ്ട് ആടുകയാണ്. ഇവർക്ക് പോലും ഇത് സാധിക്കുന്നില്ല. നമ്മുടെ മാതൃക അള്ളാഹുവിന്റെ റസൂലല്ലേ, ഹബീബിന്റെ അനുയായികളല്ലേ, മുസ്ലിമീങ്ങളായ സാത്വികരായ നമ്മുടെ മുൻഗാമികളല്ലേ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ചു. നമ്മൾ സിനിമക്കാരന്റെ കൂടെ അനുഭവിക്കും. ഇത് അനുഭവിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക നമ്മൾ ഒഴിവാക്കി. വിശുദ്ധ ഖുർആനിന്റെ മാതൃക വേണ്ടാന്ന് വെച്ചു. ഖുർആൻ ഒത്തു നടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിനെ പറ്റിയുള്ള അപദാനങ്ങളില്ല. അവരുടെ ചരിത്രം വായിക്കപ്പെടുന്നില്ല. ഒന്നും വേണ്ട, സീരിയലും സിനിമയും മാത്രം. നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു വളർന്നു. എന്നിട്ട് തലപൊക്കി നടക്കാൻ പറ്റണില്ല നമുക്ക് അല്ലേ? മനസ്സിലാക്കി എവിടെയാണ് പിഴച്ചുപോയത് എന്ന്. യൂസുഫ് നബിയെ കുറിച്ച് പറയാണ് ഖുർആൻ. സ്വന്തം വീട്ടിൽ, ആരുടെ വീട്ടിലാണോ അടിമയായി ജോലി ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം, ആ വീടിന്റെ ഉടമസ്ഥ പറഞ്ഞു, യൂസുഫേ, വ്യഭിചരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടക്കും. അങ്ങനെയുണ്ട് ഒരു ഭീഷണി. വ്യഭിചരിച്ചില്ലെങ്കിൽ ജയിലിലടക്കുന്ന ഭീഷണി. കൊട്ടാരത്തിന്റെ കവാടങ്ങളൊക്കെ അവൾ അടച്ചു, എല്ലാ വാതിലും അടച്ചു. യൂസുഫ് നബി എന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, യാക്കൂബ് നബിയുടെ പൊന്നുമോൻ, കല്യാണം കഴിച്ചിട്ടില്ല, യൗവനത്തിലാണ്. ആ സമയത്താണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചത്. വഖാലത്ത് ഹൈതലക്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. എന്താ യൂസുഫ് നബി ചെയ്തത്? നമ്മളൊരു ചെറുപ്പക്കാരൻ, ഞാനും നീയുമാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്യും? ആലോചിക്കുക. ഇങ്ങനെയാണ് നമുക്കാണിത് സംഭവിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പെണ്ണ് നീ വിളിച്ചോ, ഞാൻ ഇറങ്ങി വരാമെന്ന് പറയുമ്പോഴേക്കും നീ അങ്ങ് ഇറങ്ങി ചെന്നോ? യൂസുഫ് നബിയോടായി പറയുന്നത് വ്യഭിചരിക്കാൻ വാ. എന്താണ് യൂസുഫ് നബിയുടെ മറുപടി എന്ന് പറയാൻ അല്ലാഹു സൂറത്തുൽ ഖസസ്, അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും മധുരമായ മനോഹരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് അള്ളാഹു പറഞ്ഞ സൂറയാണ് സൂറത്തുൽ ഖസസ്. അതിലെ മനോഹരമായ ചരിത്രം യൂസുഫ് നബിയുടെ ചരിത്രമല്ലേ? എന്താണ് ഈ ചരിത്രം? മഅദല്ലാഹ്, പെണ്ണെ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇത് പറയാൻ തന്റെ ഇടം കാണിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാർക്ക് മാതൃകയാണ്. മഅദല്ലാഹ്, ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ ഉടമസ്ഥനായ അല്ലാഹു അഹ്സന മത്വായ, എനിക്കൊരുപാട് ഉപകാരം ചെയ്തുവല്ലോ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം ചെയ്യുന്ന ആളുകൾ വിജയിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പെണ്ണെ, വ്യഭിചാരത്തിന് ഞാനില്ല എന്ന് ഓടിയ സമയത്ത് യൂസുഫ് നബിയുടെ ഷർട്ടിന്റെ പിന്നിൽ പിടിച്ചപ്പോഴാണ് യൂസുഫ് നബിയുടെ ഖമീസ് കീറിപ്പോയത്. അങ്ങോട്ട് പിടിച്ചതല്ല, അവൾ ഇങ്ങോട്ട് പിടിച്ചു. ഖുർആൻ എന്ത് പറഞ്ഞു? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. യൂസുഫ് നബിയിൽ നിന്ന് എന്തോ വേണ്ടാത്തത് സുലൈഖ ബീവി ഉദ്ദേശിച്ചിരുന്നു.
വഹമ്മ ബിഹാ, യൂസുഫ് നബിയും വിചാരിച്ചു പോയേനെ, ലൗലാ അർആ ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയും ആഗ്രഹം വെച്ചു പോയേനെ. ഈ വാക്ക് അല്ലാഹു ഖുർആനിൽ കൊണ്ടുവരാൻ കാരണം എന്താണെന്നറിയോ? എന്തിനാ യൂസുഫ് നബി അങ്ങോട്ടും എന്ന് അല്ലാഹു പറഞ്ഞതെന്നറിയോ? യൂസുഫ് നബി വൈകാരികമായ ചിന്തകളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറയാൻ. യൂസുഫ് നബി ഷണ്ഠനല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പെണ്ണുങ്ങൾ ആവശ്യമില്ലാത്തൊരവസ്ഥയിലുമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു ചെറുപ്പക്കാരന്റെ സ്വാഭാവിക ചിന്തകൾ ഉള്ള പ്രായമാണത്. എന്നിട്ട് മആദല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു രക്ഷപ്പെടുത്തി. ഇങ്ങനെ ഒരു ഫിത്നയുടെ വിഷയം വരുമ്പോ ആരാണ് അള്ളാഹുവിന്റെ പേരെടുക്കുന്നത്? ആരാണ് അള്ളാഹുവിനെ വിളിക്കുന്നത്? ആരാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്? ആരാണ് റബ്ബേ ഈ പിശാചിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ്? ഇങ്ങനെ റബ്ബിന്റെ പേര് നമ്മൾ ഉച്ചരിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് അള്ളാഹു പ്രൊട്ടക്ഷൻ തരിക? റബ്ബിന്റെ പേരെടുക്കണ്ടേ. മആദല്ലാഹ്. മറിയം ബീവി എന്താ പറഞ്ഞത്? ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഓ ചെറുപ്പക്കാരാ, നീ എന്നെ തൊടല്ലേ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? അല്ലാഹുവേ എനിക്ക് കാവൽ തരണേ എന്ന് മറിയം ബീവി അവിടെ പറഞ്ഞു. യൂസുഫ് നബിയോ മആദല്ലാഹ്. രണ്ടുപേരും മഊദ് എന്ന് പറയുന്നുണ്ട്. അഊദു ബിർറഹ്മാൻ, അതന്നെയാണ് മആദല്ലാഹ്, പടച്ചവനെ കാവൽ തരണേ. ഇത് പറയുന്ന ചെറുപ്പക്കാരൻ, ഇത് പറയുന്ന ചെറുപ്പക്കാരി, ഇവരാണ് ഖുർആനിന്റെ ഇബാദത്ത്, തഅബ്ബുദ്, തത്ബീഖ് ജീവിതത്തിലേക്ക് ഖുർആൻ പകർത്തുന്നത്. ഇങ്ങനെയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോ അതാണ് ഖുർആൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെറുപ്പക്കാർക്ക് അത് കഴിയൂലേ? കോളേജിൽ പോകുന്ന ചെറുപ്പക്കാർ, വാഹനത്തിൽ, ബസ്സിലോ, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതാണ് വിഷയം. എന്തുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റിയില്ല? അള്ളാഹുവിന് വേണ്ടി ഏതെങ്കിലും ഒരാൾ കണ്ണിനെ സൂക്ഷിക്കുകയും ഹറാമിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മുകയും ചെയ്താൽ ലറസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹ, മാധുര്യമുള്ള ഒരു ഇബാദത്ത് അതിന് പകരം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് ഒരു അന്യ പെണ്ണിനെ നോക്കാതെ, കണ്ണുകൊണ്ടൊരു ഹറാമായ ചിത്രം നോക്കാതെ, കണ്ണുകൊണ്ടൊരു ഹറാമായ വീഡിയോ നോക്കാതെ നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ നിസ്കാരത്തിനൊരു ആനന്ദം അല്ലാഹു തരാൻ പോകുന്നുണ്ട്. അനുഭവിച്ചറിയണം. നിസ്കാരത്തിനൊരു ആനന്ദം അല്ലാഹു പകരം തരും. എന്താണ് ആനന്ദം? റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് സലാം പറഞ്ഞ് എഴുന്നേറ്റ് പോരാൻ പറ്റാതെ എന്റെ നിസ്കാരം ഒന്ന് നീളട്ടെ, ഇനിയും ഒന്ന് ഞാൻ റബ്ബിനോട് സംസാരിക്കട്ടെ എന്ന് തുടങ്ങി മനസ്സിന് തീരാത്ത അള്ളാഹുമായുള്ള ഒരു വല്ലാത്തൊരു സ്നേഹം ഹൃദയത്തിന് അള്ളാഹു തരും. കണ്ണു ചിമ്മിയാൽ ആണും പെണ്ണും ഇത് സൂക്ഷിച്ചാൽ. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയേ, ആണുങ്ങളോട് പറയണം കണ്ണു ചിമ്മണമെന്ന്. ഖുല്ലിൽ മുഅ്മിനാതി, പെണ്ണുങ്ങളോട് പറയണം യഗുദ്ദൂന മിൻ അബ്സാരിഹിന്ന, ഹറാമിലേക്ക് നോക്കരുത് എന്ന് പെണ്ണുങ്ങളോടും പറയണം നബിയേ. അതാണ് അവർക്ക് ഉത്തമം. അള്ളാഹു മനസ്സമാധാനം അപ്പോഴാണ് തരികയുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം കാണും. വല്ലാത്ത സന്തോഷാണ്. ഒരു തെറ്റ് ചെയ്തോ മനസ്സിളകും. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലേ? ആ ദിവസങ്ങൾക്ക് ഒരു സന്തോഷമില്ല. ഇന്നത്തെ സുബഹി ഖളാ ആണോ? അള്ളാഹു സന്തോഷം കെടുത്തിക്കളയും. ഒരു തിന്മ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ മനസ്സ് പങ്കിലമാണ്, മനസ്സിന് മൂടലുണ്ട്, കൽബിൽ എന്തോ നിങ്ങളെ മറപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ തിന്മ ചെയ്യാതെ ജീവിച്ചോ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും സന്തുഷ്ടമുള്ള ദിവസമാണ്. എന്തേ? ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. അള്ളാഹുവിനനുസരിക്കുന്നത് കൊണ്ടേ സന്തോഷം തരും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടേ അള്ളാഹു പ്രയാസം തരും.